നിങ്ങൾ ഇതുവരെ കണ്ട എല്ലാ ട്രൈബൽ ഡോക്യുമെന്ററികളും മറക്കൂ. കാരണം നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് മനുഷ്യൻ ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ ഏറ്റവും അതിരൂക്ഷവും അതേസമയം ഏറ്റവും ആഴമുള്ളതുമായ ഒരു രൂപമാണ്. മരിച്ചവരെ അടക്കം ചെയ്യാതെ നൂറുകണക്കിന് വർഷങ്ങൾ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയും ഒരമ്മയെയോ അച്ഛനെയോ കുട്ടിയെയോ നഷ്ടപ്പെട്ടാൽ സ്വന്തം വിരൽ മുറിച്ച് ആ വേദനയെ ആത്മലോകത്തിനുള്ള സമർപ്പണമാക്കുകയും ചെയ്യുന്നൊരു ഗോത്രം ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇത് കഥയല്ല, മിഥ്യയുമല്ല. പാപ്പുവയിലെ ബാലിയം താഴ്വരയിൽ താമസിക്കുന്ന ഡാനി ഗോത്രത്തിൻ്റെ യഥാർത്ഥ ജീവിതമാണിത്. മഞ്ഞു മൂടിയ മലനിരകളും വളഞ്ഞൊഴുകുന്ന നദികളും ചുറ്റിപ്പറ്റിയ ഈ താഴ്വര നൂറ്റാണ്ടുകളോളം പുറം ലോകത്തിന് അദൃശ്യമായിരുന്നു. 1938 ഒരു ഡച്ച് വിമാന സർവേ ഈ പ്രദേശം കണ്ടുപിടിച്ചപ്പോഴാണ് ലോകമാദ്യമായി ഇവിടെ മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്ന് പോലും അറിഞ്ഞത്. പക്ഷേ അവർ കണ്ടത് കാടല്ല, ജീവന്തമായ ഒരു സംസ്കാരമായിരുന്നു. ഇവിടെ മരണം അവസാനമല്ല, മറിച്ചൊരു സ്ഥാനമാറ്റം മാത്രമാണ്. കാരണം ഡാനി ഗോത്രത്തിൻ്റെ വിശ്വാസത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾ ഗ്രാമം വിട്ടു പോകുന്നില്ല, പ്രത്യേകിച്ച് യുദ്ധമുഖ്യന്മാരോ മൂപ്പന്മാരോ പോലുള്ള സ്വാധീനമുള്ളവരാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ശരീരം ഒരു പ്രതിമയല്ല, ഒരു മ്യൂസിയം പാവയുമല്ല. ഡാനി ഗോത്രത്തിൻ്റെ മുൻ യുദ്ധമുഖ്യനും പൂർവികനുമായ അഗത് മാത്തേ ഇമാബെലിൻ്റെ യഥാർത്ഥ ശരീരമാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിട്ടും ഇന്നും കറുത്ത് കരിഞ്ഞ ശരീരത്തോടെ തുറന്ന കണ്ണുകളോടെ ഗ്രാമത്തെ നോക്കി നിൽക്കുന്ന ഈ മമ്മി സംരക്ഷിച്ചത് പുക മമ്മിഫിക്കേഷൻ എന്ന ഭയപ്പെടുത്തുന്നത്ര കഠിനമായ ഒരു പ്രക്രിയയിലൂടെയാണ്. മരണത്തിന് ശേഷം മാസങ്ങളോളം ശരീരം തീയുടെ മുകളിലിട്ട് ഉണക്കുകയും പ്രത്യേക മരങ്ങളിൽ നിന്നുള്ള പുകയും മൃഗക്കുഴുപ്പും ഉപയോഗിച്ച് ചർമ്മം അഴുകാതെ നിലനിർത്തുകയും ചെയ്തു. ഈ ശരീരം അവർ മറച്ചുവെക്കുന്നില്ല, കാരണം അത് ഭയത്തിൻ്റെ അടയാളമല്ല, മറിച്ച് ഗോത്രത്തിൻ്റെ ചരിത്രവും ആത്മാവും തന്നെയാണ്. പക്ഷേ ഡാനി ഗോത്രത്തെക്കുറിച്ച് ലോകം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം ഇതല്ല, അതവരുടെ വിരൽ മുറിക്കൽ ആചാരമാണ്. ഡാനി സംസ്കാരത്തിൽ ദുഃഖം കണ്ണീരിൽ അവസാനിക്കേണ്ട ഒന്നല്ല, അത് ശരീരത്തിലൂടെ പുറത്തു വരണം എന്ന വിശ്വാസത്തിലാണ് ഇഗിപാലിൻ എന്ന ഈ ആചാരം. ഒരു സ്ത്രീക്ക് അമ്മയെയോ അച്ഛനെയോ സഹോദരനെയോ കുഞ്ഞിനെയോ നഷ്ടപ്പെട്ടാൽ അവൾ തൻ്റെ വിരലിൻ്റെ മുകളിൽ കയർ മുറുക്കിക്കെട്ടി ഏകദേശം 30 മിനിറ്റ് കാത്തിരിക്കും. രക്തപ്രവാഹം നിർത്തി വിരൽ മരവിപ്പിക്കാനാണിത്. അതിനുശേഷം ഒരു കൊടുവാളോ കല്ലോ ഉപയോഗിച്ച് വിരലിൻ്റെ മുകളിൽ ഭാഗം കൃത്യമായി മുറിച്ചു മാറ്റും. വേദന സഹിക്കാനാകാത്തതായിരിക്കും, പക്ഷേ അവിടെ കരച്ചിലില്ല, കാരണം അത് ദുഃഖത്തിൻ്റെ ഭാഷയാണ്. മുറിവ് ചൂട് പിടിപ്പിച്ചടയ്ക്കും. പിന്നെ മുറിച്ചെടുത്ത വിരൽ ഭാഗം ഉപ്പിട്ട് സൂക്ഷിക്കുകയോ ചുട്ടുമാറ്റുകയോ ചെയ്യും. അത് ജീവനുള്ളവർക്കും മരിച്ചവർക്കും ഇടയിലുള്ള ഭൗതിക ബന്ധമാണ്. പുറം ലോകത്തിന് ഇത് സ്വയം പീഡനമായി തോന്നിയേക്കാം, പക്ഷേ ഡാനി ഗോത്രത്തിന് ഇത് ആത്മാക്കളെ ശാന്തമാക്കാനുള്ള സമർപ്പണമാണ്. മനുഷ്യ മനസ്സിന് ഇതുണ്ടാക്കുന്ന മാനസിക ആഘാതങ്ങൾ ആധുനിക പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭീതിയും ട്രോമയും ദീർഘകാല മാനസിക പാടുകളും. പക്ഷേ അതേസമയം ഈ ചടങ്ങ് സമൂഹത്തെ ഒരുമിപ്പിക്കുകയും പങ്കുവെച്ച ദുഃഖത്തിൻ്റെ ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിശയകരമായി ഈ ആചാരം മുൻകാലങ്ങളിൽ പുരുഷന്മാരും ചെയ്തിരുന്നു, അവർ ലിംഗാവരണം മാത്രം ധരിച്ചിരുന്ന കാലത്ത്. എന്നാൽ ആധുനികവൽക്കരണം എത്തിയതോടെ പുരുഷന്മാർ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. വേദനയുടെ ഭാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും മേൽ ചുമത്തി. ഡാനി ഗോത്രം അവരുടെ യുദ്ധവീരന്മാരെ മമ്മിഫൈ ചെയ്ത് അവർ കൊന്നവരെ പ്രതിനിധീകരിക്കുന്ന ഹാരങ്ങൾ അണിയിച്ചിരുത്തുകയും ചെയ്തിരുന്നു. പുറം ലോകത്തിന് ഭയപ്പെടുത്തുന്നതായി തോന്നുന്ന ഈ ആചാരം അവർക്ക് അഭിമാനത്തിൻ്റെ അടയാളമാണ്. പന്നി അവരുടെ സംസ്കാരത്തിൽ ഭക്ഷണമല്ല, സമ്പത്തിൻ്റെയും മാനത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ വലിയ ചടങ്ങുകളിൽ മാത്രം പന്നിയെ ബലിയർപ്പിച്ച് ഭൂമിയിൽ കുഴിച്ച ഓവനിൽ മണിക്കൂറുകളോളം പാചകം ചെയ്യുന്നു. ഉപ്പില്ല, എണ്ണയില്ല, കൃത്രിമത്വമില്ല, ശുദ്ധമായ പ്രകൃതി നിർമ്മിത ഭക്ഷണം. ആദ്യം കഴിക്കുന്നത് കുട്ടികളാണ്, കാരണം അവർ ഗോത്രത്തിൻ്റെ ഭാവിയാണ്. മുൻകാലങ്ങളിൽ നിയമങ്ങളോടുകൂടിയ യുദ്ധങ്ങളിലൂടെ സാമൂഹിക ബാലൻസ് നിലനിർത്തിയ ഈ ഗോത്രം ഇന്ന് മാറ്റത്തിൻ്റെ വക്കിലാണ്. വിദ്യാഭ്യാസവും റോഡുകളും ആധുനിക ലോകവും പതുക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിരൽ മുറിക്കൽ പോലുള്ള ആചാരങ്ങൾ ഇന്ന് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗ്രാമത്തിലെ മുതിർന്ന സ്ത്രീകളുടെ കൈകളിൽ ഇന്നും ആ പഴയ ദുഃഖത്തിൻ്റെ അടയാളങ്ങൾ കാണാം. ഡാനി ഗോത്രത്തിൻ്റെ ഈ ആചാരം ഒറ്റപ്പെട്ട ഒന്നല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യർ ദുഃഖം പ്രകടിപ്പിക്കാൻ ശരീരത്തെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മുടി മുറിക്കുക, ശരീരം പൊള്ളിക്കുക, കൈകൾ മുറിക്കുക. ദുഃഖം സർവ്വലൗകികമാണെങ്കിലും അതിനെ നേരിടുന്ന വഴികൾ അനന്തമാണ്. ഈ കഥ നമ്മെ ഒരൊറ്റ കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്: മനുഷ്യൻ എത്ര വ്യത്യസ്തമായിട്ടാണ് ജീവിക്കുകയും ദുഃഖിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നത് എന്ന്. പാരമ്പര്യത്തിൻ്റെയും മാറ്റത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഡാനി ഗോത്രത്തിൻ്റെ ഈ അപൂർവ സംസ്കാരം ഇന്നും നമ്മെ ചോദ്യം ചെയ്യുന്നു. നാം ദുഃഖം അനുഭവിക്കുന്നത് ശരിയായ വഴിയിലാണോ, അല്ലെങ്കിൽ നമ്മളത് ഒളിപ്പിക്കുകയാണോ?
ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ലോകത്തിലെ ഇത്തരത്തിലുള്ള അപൂർവ സംസ്കാരങ്ങളും മറഞ്ഞുപോയ മനുഷ്യകഥകളും ഇനിയും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ലൈക്കും ഒരു ഷെയറും ഇത്തരം കഥകൾ ലോകത്തേക്ക് എത്തിക്കാൻ വലിയ സഹായമാണ്.